നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ഒരു ടേം ആയിരുന്നു അസറ്റ്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഫിക്സഡ് അസറ്റ് എന്നും കറണ്ട് അസറ്റ് എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഫിക്സഡ് അസറ്റിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തു പോകുന്നു അല്ലേ. അപ്പം അസറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് കറണ്ട്. ദെൻ ഫിക്സഡ് അസറ്റ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ദെൻ ഫിക്റ്റീഷ്യസ് അസറ്റ്. അങ്ങനെ 4ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ടാഞ്ചിബിൾ അസറ്റ്. ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്, അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ടാഞ്ചിബിൾ അസറ്റ്, നമുക്ക് കാണാനോ സ്പർശിക്കാനോ കഴിയുന്ന തരത്തിലുള്ള അസറ്റിനെയാണ് നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ടാഞ്ചിബിൾ അസറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ടാഞ്ചിബിൾ അസറ്റ്സ് ആർ ദോസ് അസറ്റ് വിച്ച് ക്യാൻ ബി സീൻ ഓർ ടച്ച്. എനിക്കൊരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്. എനിക്കതിനെ കാണാം, എനിക്കതിനെ സ്പർശിക്കാം. ഓക്കെ, അപ്പം ബിൽഡിംഗ് എന്താണ്? ഒരു ടാഞ്ചിബിൾ അസറ്റാണ്. ഒരു മിഷനറി ഇറ്റ് ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്. എനിക്കതിനെ കാണാം, സ്പർശിക്കാം. അതും എന്താണ്? ഒരു ടാഞ്ചിബിൾ അസറ്റാണ്. ദെൻ വാട്ട് അബൌട്ട് ഇൻടാഞ്ചിബിൾ അസറ്റ്? മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന്. So intangible assets means intangible assets are those assets which cannot be seen or touched. എനിക്കതിനെ കാണാനോ അതിനെ സ്പർശിക്കാനോ സാധിക്കില്ല. അത്തരത്തിലുള്ള അസറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഗുഡ് വിൽ ഓഫ് എ ഫേം. അപ്പോൾ ഒരു കമ്പനിയുടെ ഗുഡ് വിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ പ്രത്യേകത ഇറ്റ് കനോട്ട് ബി സീൻ ഓർ ടച്ച്. നമുക്കതിനെ കാണാൻ സാധിക്കില്ല, അതിനെ സ്പർശിക്കാൻ സാധിക്കില്ല, ബട്ട് വി ക്യാൻ ഫീൽ ഇറ്റ്. നമുക്കത് ഫീൽ ചെയ്യും. ഒരു കമ്പനിയുടെ ഗുഡ് വിൽ നമുക്ക് കാണാൻ കഴിയില്ല, ബട്ട് വി ക്യാൻ എക്സ്പീരിയൻസ്. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഗുഡ് വിൽ എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. കോപ്പി റൈറ്റ് എന്താണ്? മറ്റൊരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. പാറ്റന്റ് എന്താണ്? മറ്റൊരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. എക്സാമ്പിൾ കൃത്യമായി ഓർത്ത് വെക്കണം. പലപ്പോഴും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 ആളെ നമ്മൾ പരിചയപ്പെട്ടു. ഒന്ന് ടാഞ്ചിബിൾ അസറ്റാണ്, മറ്റൊന്ന് ഇൻടാഞ്ചിബിൾ ആണ്. ദെൻ നെക്സ്റ്റ് വൺ വേസ്റ്റിംഗ് അസറ്റ്സ് മീൻസ് ദി അസറ്റ് വിച്ച് ഗെറ്റ് എക്സോസ്റ്റഡ്, കാലിയായി പോകും. ഓക്കെ, ഡ്യൂ ടു എക്സ്ട്രാക്ഷൻ. നമ്മൾ കാർന്നെടുക്കും തോറും അതിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നുവെങ്കിൽ അതിന് നമുക്ക് വേസ്റ്റിംഗ് അസറ്റ് എന്ന് വിളിക്കാം. എടുക്കും തോറും എന്ത് ചെയ്യുന്നു? അതിൻ്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യാണ്? കുറഞ്ഞു പോകുന്നുവെങ്കിൽ അതിന് നമുക്ക് വേസ്റ്റിംഗ് അസറ്റ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ ഓയിൽ ഫീൽഡ്, എണ്ണപ്പാടം. അവിടെ നമ്മൾ പെട്രോളിയം എടുക്കും തോറും എന്ത് ചെയ്യും? അതിൻ്റെ ക്വാണ്ടിറ്റി കുറയുന്നുണ്ട്. ദെൻ കോറീസ് അല്ലേ, നമ്മൾ അവിടെ നിന്ന് ഖനനം നടത്തും തോറും അതിൻ്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു പോകുന്നുണ്ട്. അത്തരത്തിലുള്ള അസറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? വേസ്റ്റിംഗ് അസറ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ ഫൈനലി വി ഹാവ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഓക്കെ, ഈ കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഗ്രാജുവലി മനസ്സിലാക്കുകയുള്ളൂ. ഓക്കെ, എന്നാലും അതിൻ്റെ ഒരു ചെറിയ മീനിങ് ഞാൻ പറയാം. എന്താണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് നമുക്ക് നോക്കാം. ദീസ് ആർ നോട്ട് റിയൽ അസറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ അതെന്തല്ല? അസറ്റ് അല്ല. ബട്ട് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് അസറ്റ് ഡ്യൂ ടു സം ടെക്നിക്കൽ റിക്വയർമെൻറ്റ് ഓർ ലീഗൽ റിക്വയർമെൻറ്റ്. ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് പർപ്പസിൻ്റെ ചില ടെക്നിക്കൽ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ അതിനെ നമ്മൾ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ എന്തല്ല? ദറ്റ് ഇസ് നോട്ട് എൻ അസറ്റ്, ബട്ട് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് അസറ്റ്. അത്തരത്തിലുള്ള അസറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കൃത്യമായി ഓർത്ത് വെക്കണം. അതിലെ പ്രധാനപ്പെട്ട ചില എക്സാമ്പിൾസ് ആണ്. ഒന്ന്, പ്രിലിമിനറി എക്സ്പെൻസ് ഒരു ഫിക്റ്റീഷ്യസ് അസറ്റാണ്. ഓക്കെ, മറ്റൊന്ന് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചർ, അതൊരു ഫിക്റ്റീഷ്യസ് അസറ്റാണ്. മറ്റൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ലോസ്, അതും നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യാറുണ്ട്? ഫിക്റ്റീഷ്യസ് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ കൂടുതലായിട്ട് ഇതിൻ്റെ അപ്ലിക്കേഷനാണ് കൂടുതലായിട്ട് നിങ്ങൾ മുന്നോട്ട് പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. So these are the main classification of fixed asset. എന്തൊക്കെയാണ്? ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്. ഇത് പഠിച്ചു വെക്കാനുള്ള, ഇത് ഓർത്ത് വെക്കാനുള്ള ഏറ്റവും വലിയ ടെക്നിക്ക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിൾസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മീനിങ് ഈസി ആയിട്ട് പറയാൻ സാധിക്കും. ഓക്കെ.